വൈകുന്നേരത്തെ ചോറിൻ്റെ കറി നമ്മൾ സോയാബീൻ വരട്ടിയതാണ്. അപ്പോൾ അതിന് വേണ്ട എന്തൊക്കെയാ വെച്ചാൽ സോയാബീൻ നമ്മളിവിടെ ഉപ്പ് തേച്ച് ഇവിടെ വെച്ചിട്ടുണ്ട്. എനിക്ക് വേണ്ടത് ഒരു സവോള ചെറുതാക്കി അരിഞ്ഞത്, വെളുത്തുള്ളി, കറിവേപ്പില, തക്കാളി. അതിലേക്ക് പൊടികൾ: മല്ലിപ്പൊടി 1 ടീസ്പൂൺ, പെരുംജീരകം 1/2 ടീസ്പൂൺ, മുളക് പൊടി 1 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, ചിക്കൻ മസാല, കുറച്ച് ഓയിൽ വേണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഗ്യാസ് കത്തിച്ചു, ചട്ടി വെച്ചു. അപ്പോൾ നമ്മുടെ ചട്ടി ഒന്ന് ചൂടാകട്ടെ. അപ്പോൾ തീ നമുക്ക് കുറച്ചിടാം. അപ്പോൾ നമുക്ക് നമ്മുടെ എണ്ണ ഒഴിച്ചു കേട്ടോ. എണ്ണ ചൂടായപ്പോൾ നമുക്ക് നമ്മുടെ സവോള ഇട്ടിരിക്കാം. നമ്മൾ ഉപ്പിൽ ചേർക്കണില്ല, സോയാബീൻ നമ്മൾ ഉപ്പിട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഉപ്പിൽ ചേർക്കണില്ല കേട്ടോ. നമുക്ക് നമ്മുടെ തക്കാളി, കറിവേപ്പിലയും വെളുത്തുള്ളി, സവോളയൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് പൊടിയിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ തക്കാളിയും പച്ചമുളകും സവോളയും വെളുത്തുള്ളിയൊക്കെ മൂത്ത് നമുക്ക് നമ്മുടെ പൊടികൾ കൊടുക്കാം. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, പെരുംജീരകം, ചിക്കൻ മസാല. അപ്പോൾ നമ്മുടെ പൊടികളൊക്കെ മുറിച്ചു അത് നല്ലോണം വഴറ്റിയെടുക്കാം. ഇതാക്കാം നമ്മുടെ സോയാബീൻ ഇതാ മുറിച്ചൊക്കെ റെഡിയാക്കി ഉപ്പൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒന്ന് ഫ്രൈ ആയി വരട്ടെ, അതുവരെ അടച്ച് വെക്കാം കേട്ടോ. നമ്മുടെ സോയാബീൻ വരട്ടും. സോയാബീൻ വരട്ടോടെ റെഡിയായി. അത് തീ ഓഫ് ചെയ്യാം. നമുക്കൊരു പാത്രത്തേക്ക് മാറ്റാം കേട്ടോ. അപ്പോൾ സോയാബീൻ ഇവിടെ വരട്ടിയത് ഇവിടെ റെഡിയായി. സൂപ്പറാണ്. നമുക്ക് തിന്നോക്കിയാൽ എങ്ങനെയുണ്ട്? അടിപൊളിയാണ്. നല്ല എരിവും ഉപ്പും ഒക്കെ ഉണ്ട്. അപ്പം എല്ലാവരും ഇത് മസ്റ്റായിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നല്ലൊരു റെസിപ്പി ആയിട്ട് വീണ്ടും വരാം. അതുവരെ എല്ലാവർക്കും ബൈ.